ഭൂമി പരന്നിട്ടാണെന്ന്. അപ്പൊ അത് അന്നത്തെ കാലത്ത് ഖുർആൻ വെച്ചിട്ട് പരന്നതാണെന്ന് മനസ്സിലാക്കാനും ഇന്നത്തെ കാലത്ത് ഖുർആൻ വെച്ചിട്ട് ഉരുണ്ടതാണ് എന്ന് മനസ്സിലാക്കാനും ഇനി നാളെ അത് ത്രികോണത്തിലോ ചതുരത്തിലോ ആണെങ്കിൽ അത് മനസ്സിലാക്കാനും ഖുർആൻ കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, അതിന് തെളിവുണ്ടോ? ഇനി ഈ പരന്നതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഖുർആൻ ഖുർആൻ പറയുന്നത് ഭൂമി പരവതാനി പോലെ നിങ്ങൾക്ക് പരത്തി തന്നില്ല എന്നാണ്. അപ്പോൾ അതായത് ഒരു നിശ്ചിത സ്പേസ് മാത്രം പരന്നിട്ട് എന്നുള്ളത് അത് നമ്മുടെ കണ്ണു മുന്നിലല്ലേ, നമുക്ക് ഭൂമി പരന്നിട്ട് കാണുന്നില്ലേ, അതൊരു തെളിവാക്കി എടുത്താൽ പോരെ. അപ്പോ ഭൂമി ഉരുണ്ട ഭൂമിയെ പരത്തി തന്നു എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞോ? കഴിഞ്ഞു. അല്ല, ഇനി നാളെ ചതുരത്തിലാണെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് തെളിവ് എന്തുവാ? അതിന് അന്ന് കഴിയും, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് പറ്റിയ പണ്ഡിതന്മാർ ഞങ്ങൾക്കുണ്ട്. അതുണ്ട്. കാരണം എഴുതി വെച്ചതും വായിക്കുന്നതിനും അപ്പുറത്ത് പുതിയതുണ്ടാക്കാൻ നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് കഴിയും. അതൊക്കെ സംഭവിച്ചു. കാര്യം എം അക്ബർ തന്നെ അതിന് തെളിവാണ്. ഒരു കാലത്ത് ഭൂമി പരന്നതാണെന്ന് കേരളത്തിൽ പ്രസംഗിച്ചു നടന്നൊരു പൊട്ടനാണ് പുള്ളി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ വന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അള്ളാഹുവിന്റെ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു പുള്ളി ഉരുട്ടിയത്. ചപ്പാത്തിയുടെ മാവിട്ട് കയ്യിലിട്ട് ഉരുട്ടുന്ന പോലെ പരന്നു കിടന്ന മാവിനെ എടുത്ത് ഉരുട്ടി പുള്ളി. ഇനിയും പുള്ളി നാളെ ചിലപ്പം വ്യാഖ്യാനിച്ചിട്ട് പുള്ളി അതിനെ ചതുരമാക്കും. അത് നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് കഴിയും. അതിന് ഞങ്ങൾ ഒപ്പിട്ട് വന്നിരിക്കുന്നു, അത് ശരിയാണ്. പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു പൊതുവേദിയിൽ വന്നിരുന്നുകൊണ്ട് പറയാനുള്ള നിങ്ങളുടെ ആ തൊലിക്കട്ടിക്കാണ് ഞങ്ങൾ അവാർഡ് തരാൻ വേണ്ടിയിരിക്കുന്നത്. അത് തരും കേട്ടോ. അതില് എന്റെ ഗുരു മോണ്ട് എന്ന് പറഞ്ഞ പഴയ ഒരു ഐഡി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും. മോണ്ടാണ് എനിക്ക് ഈ ആശയം ഒരു മിനിറ്റ്. ഹോമോസാപ്പിയൻ, ഇപ്പൊ സത്യം പറ, ഭൂമി പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ? ഉരുണ്ട ഭൂമിയെ നിങ്ങളെ ആവശ്യത്തിന് വേണ്ടി പരത്തി തന്നു. ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഭൂമി പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ? ഭൂമി ഉരുണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ പരത്തി തന്നത് അള്ളാഹു. ഓക്കെ, ഉരുണ്ട ഭൂമി പരത്തിയപ്പോൾ ഭൂമി ഉരുണ്ട് പരന്നിരിക്കുകയാണ്. ജെന്റിലെ ഈ നമ്മുടെ ഫുട്ബോളില്ലേ, ഫുട്ബോളിന്റെ പുറത്ത് നമ്മൾ കയറുന്ന തെന്നി താഴെ വീഴത്തില്ലേ? അപ്പം അങ്ങനെ നമ്മൾ തെന്നി താഴെ പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ചവിട്ടുന്ന ഭാഗം കുറച്ച് പരത്തി വെച്ചു, അത്രേ ഉള്ളൂ. അതൊക്കെ ബോധമില്ലല്ലോ നമുക്ക്, അതല്ലേ പ്രശ്നം. എന്ന് മുതൽ അള്ളാഹു ഭൂമി പരത്തിയത്? ഉണ്ടാക്കിയത് പരന്നിട്ടാണോ ഉരുണ്ടിട്ടായിരുന്നോ? ഹോമോസാപ്പിയനെ, ഞാൻ ഓടിപ്പെടല്ലേ? ഫോൺ കോൾ അല്ല, ഞാൻ കമന്റ് യുദ്ധത്തിലായിരുന്നു. അപ്പൊ ഇവിടെ കമന്റില് ഇവിടെ ബാക്ക് പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പിന്നെ ഇല്ല, ചോദ്യമൊന്നുമില്ല. അപ്പൊ എപ്പോഴും ഈ അള്ളാഹ് ഭൂമി പരത്തിയത്, ഉണ്ടാക്കിയത് പരത്തിയിട്ടാണോ ഉരുണ്ടിട്ടാണോ, അതോ പിന്നീട് പരത്തിയെന്നാണോ? നാം നിങ്ങൾക്ക് പരത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ എപ്പോഴാ പരത്തിയത്? ഭൂമി ഉണ്ടാക്കിയപ്പോ തന്നെ. ഉരുണ്ട ഭൂമിനെ ഓരോ സൈഡ് പരത്തി ആണ് ഇട്ടിട്ടുള്ളത്. ഇനി കോണം അതായത് ത്രികോണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലകളെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ചതുരം എന്നാണെന്നുണ്ടെങ്കിൽ ചില പാറക്കെട്ടുകളുണ്ട് ചതുരാകൃതിയിലുള്ള, അങ്ങനെ എടുക്കാം. ഹോമോസാപ്പിയനെ, അപ്പൊ ഈ ഭൂമി ഉണ്ടാക്കിയത് അള്ളാഹു ആണോ? അതെ. അള്ളാഹു എപ്പോഴാ ഭൂമി ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്? പരത്തിയെന്നൊക്കെ പറഞ്ഞ എപ്പോഴായിരുന്നു? അള്ളാഹു പിന്നെ ഈ ലോകത്തുള്ള സകല സംഗതികളും സൃഷ്ടിക്കുന്നത് കുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടാവുക എന്നാണ് തോന്നുന്നുണ്ട് അതിന്റെ അർത്ഥം. കുൻ എന്ന് ഞാൻ ചോദിച്ചത്, ഈ പ്രപഞ്ചം സംഗതി അള്ളാഹു പറഞ്ഞത് എവിടെയായിരുന്നു? നിങ്ങൾക്ക് എവിടുന്ന ഇൻഫർമേഷൻ കിട്ടിയത്? എങ്ങനെ? അള്ളാഹു ഭൂമി ഉണ്ടാക്കി പരത്തി ഉരുട്ടി കുന്നെന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എവിടുന്ന അറിവ് കിട്ടിയത്?
ആകാശ ആകാശ ഭൂമി ആകാശഭൂമിയുടെ പ്രപഞ്ചനാഥൻ അള്ളാഹു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ? കറക്റ്റായില്ലേ? എവിടെ പറഞ്ഞു? സൃഷ്ടി അള്ളാഹു ആണ് ഉത്തമ സൃഷ്ടാവ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ സൃഷ്ടാവ് എന്ന് പറഞ്ഞ എവിടെ പറഞ്ഞു? ആ വാക്കിനകത്ത് തന്നെ അല്ലേ കാര്യങ്ങള്? എവിടെ പറഞ്ഞു? നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചത്? ഖുറാനിൽ പറഞ്ഞു എന്നാണോ നിങ്ങൾ ആൻസർ പ്രതീക്ഷിക്കുന്നത്? അല്ല, പ്രതീക്ഷിക്കുന്നത് എവിടെ പറഞ്ഞു എന്നുള്ളതാ. നിങ്ങളുടെ ആൻസർ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, നിങ്ങളല്ലേ. അല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൻസർ അതാണോ എന്നാ ചോദിച്ചത്. ഞാൻ പ്രതീക്ഷിക്കുന്ന ആൻസർ താങ്കൾ പറയത്തില്ലല്ലോ. ഞാൻ പറയുന്ന അള്ളാഹു ജീവിച്ചിരുന്നില്ല എന്നുള്ള, അള്ളാഹു എന്ന് പറഞ്ഞ ഒരാളില്ല എന്നുള്ളത് നിങ്ങൾ പറയും. ഇല്ല. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യം ഉത്തരം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്, അള്ളാഹു സകലവും സൃഷ്ടിച്ചു എന്നുള്ളത്? അള്ളാഹു സകലം സൃഷ്ടിച്ചു എന്നുള്ളത് ഞങ്ങള് പിന്നെ മദ്രസ കാലഘട്ടം തൊട്ട് പഠിക്കുന്നതാണ്. മദ്രസന്ന് പഠിച്ചു. എവിടുന്ന് ആ ഇൻഫർമേഷൻ? മദ്രസന്ന് കിട്ടി. മദ്രസയ്ക്ക് ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി? അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കാനുള്ള ടെക്സ്റ്റ് എവിടെ നിന്ന് കിട്ടി? ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏത് ഇസ്ലാമിക ഗ്രന്ഥം ആണ് അടിസ്ഥാനമാക്കിയിട്ട് അള്ളാഹു? ഒന്ന് മുഴുവനാകട്ടെ. അതായത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് മദ്രസയിലെ സിലബസ് ഉണ്ടാക്കുന്നത് ഉണ്ടെങ്കിലും എനിക്ക് അതിനകത്ത് സംശയങ്ങളുണ്ട്. അല്ല, ഓക്കെ. നിങ്ങളുടെ കാര്യം വിട്, ഞാൻ അള്ളാഹുവിന്റെ കാര്യം ചോദിക്കണം. ഇപ്പൊ അള്ളാഹു ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള തെളിവ് എവിടെ നിന്നാണ് മദ്രസ ഗ്രന്ഥങ്ങൾക്ക് കിട്ടിയതാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അത് എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അത് ബുക്ക് ഉണ്ടാക്കിയ ആൾക്കാരോടല്ലേ ചോദിക്കേണ്ടത്. അതായത് മദ്രസ അപ്പൊ നിങ്ങൾക്ക് സിലബസ് അറിയൂല. ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കല്ല അതിനെ കുറിച്ച് ധാരണ അപ്പൊ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറിയൂല അള്ളാഹു എവിടെയാ സംസാരിച്ചിട്ടുള്ളതെന്ന്. അള്ളാഹു മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മൂസാ നബിയോട് മാത്രമാണ്. അപ്പൊ അള്ളാഹു ഭൂമി ഉണ്ടാക്കിയെന്ന് ആരോട്? മൂസ നബിയോട് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു വഹി എത്തിക്കുക ചെയ്യുന്നു ജിബ്രീൽ മുഖാന്തരം മൂസ നബിക്കോ? മുഹമ്മദ് നബിക്ക്. മൂസ നബിക്ക് മൂസാ നബിക്ക് ഡയറക്റ്റ് ഒരു ദർശനം കൊടുത്തപ്പോ, ഒരു ചെറിയൊരു അംശത്തിന്റെ ദർശനം കൊടുത്തപ്പോ തന്നെ മൂസാ നബി അടിച്ചുപോയി. മീൻസ് ബോധം കെട്ടുപോയി. ചോദ്യം അതല്ല. ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ആരോടാ പറഞ്ഞതെന്നാ ചോദിച്ചത്. അല്ല, ഭൂമി നമ്മളെ ഉണ്ടാക്കിയെന്ന് ആരോടാ പറഞ്ഞതെന്നാ ചോദിച്ചത്. ദർശനം വഴിയാണോ, അതോ അടിച്ചു പോയപ്പോഴാണോ, അതോ ഉരുണ്ടപ്പോഴാണോ, പരത്തിയപ്പോഴാണോ, ആരോട് എപ്പോഴാ പറഞ്ഞതാ ചോദ്യം. അതായത് പിന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്നു. ഓക്കെ, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? നോക്കേണ്ടി വരും. ഈ അറിയില്ല. മദ്രസ ഖുറാനും അതിന്റെ ഫുള്ള് തഫ്സീറും വായിച്ച എത്ര മുസ്ലിംസ് ഉണ്ട് എന്ന് നിങ്ങൾക്കൊരു ധാരണ വേണം. കാരണം അത് വളരെ റയറേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഹത്തം ഓതിയിട്ടുണ്ടാവും. ഹത്തം ഓതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാന് ഒരു പൂർണ്ണമായും ഒരു പ്രാവശ്യം പാരായണം നടത്തുക എന്നുള്ളത്, അത് ചെയ്ത ആളുകൾ തന്നെ കുറവാണ്. അപ്പോൾ അത് അറബിയിൽ മാത്രം. അപ്പോൾ അവർക്ക് ഇതിന് അർത്ഥം ഒന്നും അറിയില്ല. പിന്നെ ഉള്ളത് ഇതിൻ്റെ തഫ്സീർ വെച്ചിട്ടാണ്. തഫ്സീർ തന്നെ മലയാളത്തിലുള്ള തന്നെ ഒരുവിധം വീടുകളിൽ ഈ സാധനം സൂക്ഷിക്കൂല. കാരണം ഖുറാനകത്ത് മലയാള ലിപി വരുന്നത് ഹറാമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ ചോദ്യം അതല്ലായിരുന്നു. ഭൂമി അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളത് ആരാണ് ആദ്യമായിട്ട് പറഞ്ഞതെന്ന്? മദർസിൽ പഠിപ്പിച്ചു തന്നാണ്. നിങ്ങളോടല്ല, ഭൂമി ഉണ്ടാക്കിയത് അള്ളാഹു എന്ന് ആദ്യമായിട്ട് ലോകത്തോട് പറഞ്ഞത് ആരാണ്? മുഹമ്മദ് നബി. മുഹമ്മദ് ഉണ്ടാവുന്നതിന് മുമ്പ് ഭൂമി ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ ഭൂമി ഉണ്ടാക്കിയെന്ന് വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ലേ? അതായത് ഭൂമി ഉണ്ടാക്കിയ സൃഷ്ടാവിനെ മനസ്സിലാക്കി തന്നതിൽ ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി. ഞാൻ ചോദിച്ചത് അതല്ലായിരുന്നു. മുഹമ്മദ് അള്ളാഹു ആണ് ഭൂമി ഉണ്ടാക്കിയത് എന്ന് പറയുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും ഭൂമിയും ആകാശത്തുള്ള സകല നക്ഷത്രങ്ങളും സകല ആകാശവും സൃഷ്ടിച്ചത് വേറെ ആളാണ് എന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതായിട്ട് അറിയോ? അതിനു മുമ്പ് വേറെ ആളുകൾ പിന്നെ അള്ളാഹുവിനെ വേറെ പേരിലൊക്കെ ദൈവം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന? വേറെ പേര് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പേര് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവോ ഓരോ ഇത് വരുമ്പോഴും? അള്ളാഹു പിന്നെ ദൈവത്തിന് പേരിട്ട് മുഹമ്മദ് നബി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അള്ളാഹ്ക്ക് പേരിട്ടത് മുഹമ്മദ് നബിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ
അപ്പൊ അള്ളാഹ് എന്നുള്ളത് മുഹമ്മദിന്റെ സൃഷ്ടിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനല്ല, അള്ളാഹു എന്നുള്ള അള്ളാഹ്ക്ക് ദൈവത്തിന് പേരിട്ടത് പേരിട്ടത് ആ മുഹമ്മദ് നബിയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അള്ളാഹ്ക്ക് അപ്പൊ അള്ളാഹ് മറ്റൊരു എന്നുള്ളത് മുഹമ്മദിന്റെ പേരിലാണ് സൃഷ്ടിയാണ്. അതുവരെ സോറി വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോറി എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനാ. അള്ളാഹ് എന്ന് ദൈവത്തിന് പേരിട്ടത് മുഹമ്മദാണ്. അള്ളാഹ് എന്ന ദൈവത്തെ സൃഷ്ടിച്ചത് മുഹമ്മദാണ്. അല്ല, രണ്ടും ഓക്കെ, മാറ്റമുണ്ട്. അതായത് അ- ഒന്ന് മാറ്റി ആ, പറയൂ. ദൈവത്തിന് അള്ളാഹു എന്ന് പേരിട്ടത് മുഹമ്മദ് നബിയാണ്. ഓക്കെ, ആ, അതിനു ആ, മുമ്പ് ദൈവത്തിന്റെ ആ, ആ. പേരെന്തായിരുന്നു? അതിന്റെ മുന്നേ പിന്നെ ക്രിസ്ത്യാനികൾ എന്തോ യാഹുവെ യഹുഷിയ അങ്ങനെ എന്തൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ യഹോവ എന്ന് ഇപ്പൊ മലയാളികൾ യഹോവ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഒന്നുകൂടെ ചോദിച്ചോട്ടെ. അപ്പോൾ അള്ളാഹ് എന്ന ദൈവത്തിന്, അല്ല, ദൈവത്തെ അള്ളാഹ് എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത് മുഹമ്മദാണ്. തീർച്ചയായും. അതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് അള്ളാഹ് എന്ന് പേരിട്ടത് മുഹമ്മദാണെന്ന്. അതെ അതെ. ഓക്കെ, അതെന്തുകൊണ്ടാണ് അള്ളാഹ് എന്ന് പേരിടാൻ കാരണം? പുള്ളി ഖുറൈശ് ഗോത്രത്തിലെ ദൈവമായതുകൊണ്ട്, ആ പേര് പുള്ളി ഖുറൈശ് ഗോത്രക്കാരനായതുകൊണ്ട് എടുത്തിട്ട് പുള്ളി കണ്ടൊരു ദൈവത്തിന് തോന്നിയ പോലെ അങ്ങ് അല്ല, പേരിട്ടതാണോ? ഖുറൈശികളുടെ അള്ളാഹു വേറെയാണ്. അത് ലോക്കൽ ദൈവം. ഓ, അപ്പൊ എത്ര അള്ളാഹു ഉണ്ടായിരുന്നു? അന്നത്തെ കാലത്ത് രണ്ട് അള്ളാഹു ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് രണ്ട് പ്രപഞ്ച അള്ളാഹു ഉണ്ടായിരുന്നു. സൃഷ്ടാവായ ഓക്കെ അള്ളാഹുവും പിന്നെ മറ്റൊന്ന് ഗോത്രദൈവമായ അള്ളാഹുവും. ഓക്കെ ഓക്കെ, രണ്ട് അള്ളാഹുമാരുണ്ടായിരുന്നു. ഓക്കെ, അതെങ്ങനെയാ നമ്മൾ ഈ രണ്ട് ദൈവങ്ങളും വ്യത്യസ്തമാണെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പിന്നെ ഒരു ബിംബദൈവമായിട്ടുണ്ടായിരുന്ന അള്ളാഹുവാണ് ആ പിന്നെ ഖുറൈശികൾ ആരാധിച്ചിരുന്ന അള്ളാഹു. ഓക്കെ, മക്കയിലും മക്കയില് പിന്നെ സോറി മക്കയിലല്ല, കഅബയില് ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളില് ഏത് ഇപ്പൊ ഒരു നിങ്ങൾ അള്ളാഹു എന്നുള്ള ഇപ്പൊ മുസ്ലിങ്ങൾ പോകുന്ന ആ കാബയിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ? അതെ അതെ അപ്പൊ അത് അമ്പലമായിരുന്നോ? അതെ അതെ. ഓ അത് ശരി, അതൊരു അമ്പലമായിരുന്നല്ലേ. ഓക്കെ ഓക്കെ, അപ്പം ഓക്കെ, കുഴപ്പമില്ല, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, ആ അമ്പലത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഓ ആ വിഗ്രഹങ്ങളിലെ നേതാവ്, അതായത് മെയിൻ ദൈവമായിട്ട് ഒരു അള്ളാഹു ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ആ അപ്പൊ അള്ളാഹുവിന്റെ ആ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നോ? അള്ളാഹുവിനെ അല്ല മുഹമ്മദ് നബി അള്ളാഹു എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത്. മുഹമ്മദ് നബി ആരാധിക്കുന്ന അള്ളാഹു വേറെ തന്നെയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആഹ് അപ്പൊ മുഹമ്മദ് പറയുന്ന അള്ളാഹു ഖുറൈശികളുടെ അള്ളാഹു അല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതെ അതെ. ഓ, അപ്പൊ അത് വേറെ അള്ളാഹു, അത് വേ ഇത് റേ. യെസ് യെസ്. അപ്പൊ ലോകത്ത് രണ്ട് അള്ളാഹു ഉണ്ട്. ഇപ്പൊ ആ മറ്റേ അള്ളാഹുവിന്റെ കഥ കഴിഞ്ഞില്ലേ? അപ്പൊ ഇപ്പൊ ഒരു കഥ അള്ളാഹു, കഴിഞ്ഞിട്ടില്ലല്ലോ, കഥ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ആ അള്ളാഹു അവിടെ അവസാനിച്ചില്ലേ? മുഹമ്മദ് നബി പിന്നെ എന്താ പറയാ, സീറോ ആക്കി കളഞ്ഞില്ലേ? ആയോ? ആ അള്ളാഹു സീറോ ആയോ? സൂറത്തുൽ നജ്ം എന്ന് പറഞ്ഞൊരു ഖുറാനിലെ സൂറ അല്ല, അറിയോ? ആദ്യമൊക്കെ ഹജ്ജ് ചെയ്തിരുന്നത് ഈ അള്ളാഹു പഴയ അള്ളാഹുവിനെ, അതായത് ഖുറൈശി അള്ളാഹുവിനൊക്കെ ആയിരുന്നു ആദ്യം ഹജ്ജ് ചെയ്തിരുന്നത്. അത് നമ്മൾ അങ്ങോട്ടാ ഇസ്ലാമിലേക്ക് വരുന്നത്. മാറ്റിയിട്ടുണ്ട്. ആ നമ്മൾ അങ്ങോട്ടാ വരിക. അപ്പൊ ആ കാബയിൽ ഉണ്ടായിരുന്ന അള്ളാഹുവിന് ആൾക്കാർ ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതെ അതെ ഓക്കെ, അപ്പൊ അത് ആ അള്ളാഹുവിന്റെ നിയമങ്ങളായിരുന്നു. ഹജ്ജ് ചെയ്യുക, വിഗ്രഹാരാധന, എല്ലാം ആ അള്ളാഹുവിന്റെ ആയിരുന്നു. അതെ അതെ. അപ്പൊ ഈ അള്ളാഹുവിന് ഇപ്പൊ ഹജ്ജ് ചെയ്യലുണ്ടോ? ആ വിഗ്രഹാരാധനയൊക്കെ ഉണ്ടോ? ഈ അള്ളാഹുവിന് പിന്നെ ഹജ്ജ് ഉണ്ട്, പിന്നെ വിഗ്രഹാരാധന ഇല്ല, പിന്നെ ഹജ്ജ് ഉണ്ട്. അല്ല, പണ്ട് 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 ആ വിഗ്രഹം ഉണ്ടായിരുന്ന അമ്പലത്തിന് ചുറ്റും ഇപ്പോഴും പോകാറുണ്ട് ആ ആൾക്കാര്. ഉണ്ട് ഉണ്ട്. അത് പണ്ട് അള്ളാഹു, പഴയ അള്ളാഹുവിന്റെയും വിഗ്രഹ അള്ളാഹു എന്തോ താങ്കൾ പറഞ്ഞ ആ അള്ളാഹുവിന്റെ പിന്നാലെ ആൾക്കാർ ഇങ്ങനെ ചുറ്റി പോകാറുണ്ടായിരുന്നോ? ആ അത് അതായത് മക്കം ഫത്തഹിന് ശേഷമാണ് പിന്നെ അവിടെ മുസ്ലിങ്ങൾ മാത്രം ഹജ്ജ് ചെയ്താൽ മതി എന്നുള്ള നിയമം വെക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അതുവരെ അവിടെ എല്ലാവരും ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. അതെ അതെ. ലബൈക്ക് അല്ലാ ലബൈക്ക് എന്ന് പറഞ്ഞിട്ട്. ആ അന്നത്തെ കർമ്മങ്ങള് ഇപ്പോഴുള്ള അതേ കർമ്മങ്ങളാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, പക്ഷെ അപ്പൊ എന്നാലും ഇത് ഈ ആചാരം പണ്ടത്തെ കുറേശ്യരുടെ ഗോത്ര ദൈവത്തിന്റെ ആചാരമാണ്. അതായത് പൂർണ്ണമായിട്ടും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടാണോ അഡോപ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അല്ല, എന്നാലും ഹജ്ജ് എന്നുള്ള സംസ്കാരം. ആദ്യ കാലത്തെ മുഹമ്മദ് നബി പിന്നെ നുബുവത്ത് കിട്ടുന്ന അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് നബി മക്കം ഫത്തഹിന് ശേഷം, അതായത് മക്ക കീഴടക്കുന്നതിന് ശേഷം ഉണ്ടായിരുന്ന ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണ്. പക്ഷെ അതിന് മുമ്പും അവിടെ ഹജ്ജ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ ആ ഹജ്ജിന് ഹൈന്ദവരും ബാക്കി എല്ലാവരും പോകാറുണ്ടായിരുന്നോ?
ആരൊക്കെ പോരുണ്ടായിരുന്നു? ആ ഹജ്ജിന് പിന്നെ ഹൈന്ദവരാണോന്ന് അറിയില്ല. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന ഹിന്ദുസ് ആണോ ഞാൻ അന്നത്തെ അവിടുത്തെ മുഷ്രിക്കുകളെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ മുഷ്രിക്കുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അന്നത്തെ അള്ളാഹു മുഷ്രിക്കുകളുടെയും ദൈവമായിരുന്നു. അതെ, ആ പഴയ അള്ളാഹു മുഷ്രിക്കുകളുടെ ദൈവമായിരുന്നു, ഗോത്രദൈവം, ഖുറൈശി ഗോത്ര ഓക്കെ ദൈവമായിരുന്നു. ഓക്കെ. അപ്പോൾ മുഹമ്മദ് ഈ അള്ളാഹുവിന് പേരിടുമ്പോൾ, മുഹമ്മദ് അള്ളാഹു എന്ന് പേരിടുമ്പോൾ പുള്ളിയുടെ മൈൻഡിൽ പഴയ ആ അള്ളാഹുവിന്റെ ചിത്രം ഉണ്ടായിരുന്നോ, അതോ പുതിയൊരു പൂർണ്ണ ദൈവമായിട്ട് പുള്ളി ഉണ്ടാക്കിയതാണോ? അതായത് പുള്ളി പിന്നെ അതായത് നുബുവത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആണ് ഈ പിന്നെ അള്ളാഹു അല്ല, ഗോത്രദൈവമായ അള്ളാഹു അല്ല യഥാർത്ഥ ദൈവം എന്നുള്ളതും അബ്രഹാമിൻ്റെയും പിന്നെ യേശുവിൻ്റെയും ദൈവമായ അള്ളാഹു ആണ് യഥാർത്ഥ ദൈവം എന്നും തിരിച്ചറിഞ്ഞത്. താങ്ക് യു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അള്ളാഹു ഇവരുടെ ആരുടെയും ദൈവം ആയിരുന്നില്ല, ആദ്യം ഉണ്ടായിരുന്ന അബ്രഹാമിന്റെ. അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ ഖുറൈശികളുടെ ദൈവമായിരുന്നു. ഓക്കെ, അത് വേറെ ഒരു ദൈവമായിരുന്നില്ല, വെറും ഒരു കപട വിശ്വാസികളുടെ, അതായത് വഴിപഴച്ചവരുടെ ദൈവമായിരുന്നു. അതെ അതെ, അത് മക്ക മുശ്രിക്കുകളുടെ ഓക്കെ, ദൈവമായിരുന്നു. അപ്പോൾ വഴിപഴച്ച മുഷ്രിക്കുകളുടെ ദൈവത്തെയാണ് മുഹമ്മദ് സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞത്. അല്ല, അതാണ് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ ഇത്ര പറഞ്ഞിട്ടും. അത് അല്ല, എനിക്ക് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ആ അള്ളാഹു, മുഷ്രിക്കുകളുടെ ദൈവമായ അള്ളാഹു, കാബയിൽ 360 ഗോത്രദൈവങ്ങളുടെ ഇടയിലിരിക്കുന്ന അള്ളാഹു, ഹജ്ജ് ചെയ്യിക്കുന്ന അള്ളാഹു, അങ്ങനെയുള്ള മറ്റ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന അള്ളാഹു, മോഹന്റെ ഗോത്രദൈവമായ ഖുറൈശിലെ അള്ളാഹു. ഒന്ന്. രണ്ട്, മുഹമ്മദ് അതൊന്നും അല്ല എന്ന് പറഞ്ഞ ഒരു അള്ളാഹു. പക്ഷെ ഈ അള്ളാഹുവിന് പേരിട്ടത് മുഹമ്മദാണ്. ഈ അള്ളാഹുവിന് കാബയുണ്ട്. ഈ അള്ളാഹുവിന് കാബയ്ക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണമുണ്ട്. ഈ അള്ളാഹുവിന് മറ്റേ എന്താ പറയാ, നോമ്പുണ്ട്. ഈ അള്ളാഹുവിന് അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട്. അതിന്റെ കാബയ്ക്ക് ചുറ്റും നടക്കാറുണ്ട്, ആചാരങ്ങളുണ്ട്, നിസ്കാര അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പൊ ആ അള്ളാഹു ഈ അള്ളാഹു നമ്മളുടെ വ്യത്യാസം ഒന്ന് പറയാവോ? ആ അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വെറും ഒരു ലോക്കൽ, നമ്മളിപ്പോ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ ബേസ്ഡ്, ഇപ്പൊ നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിൽ മുത്തപ്പൻ എന്നൊക്കെ പറയാമല്ലോ ഓരോ ഏരിയയിലുള്ള. ഇപ്പൊ എന്താ പറയാ, എറണാകുളത്തപ്പൻ പറഞ്ഞിട്ട് ഒരു ദൈവം, അത് ആ കുറച്ച് ആ ഓക്കെ ഏരിയകളിലാണ് ആ ദൈവം വരുന്നത്. അതേപോലത്തെ ഒരു ഓക്കെ ലോക്കൽ ദൈവമായിരുന്നു പഴയകാല അള്ളാഹു. ഓക്കെ. അപ്പൊ അള്ളാഹു ഒരു ഗോത്രദൈവമായിരുന്നു. ഓക്കെ, ലോക്കൽ ഗോത്രദൈവം. ഓക്കെ, അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ. പഴയകാല അള്ളാഹു, അത് അങ്ങനെ തന്നെ പറയണം, അല്ലെങ്കിൽ ഓക്കെ, തെറ്റിദ്ധരിപ്പിക്കും. ഓൾഡ് അള്ളാഹു. അതെ അതെ, നമുക്ക് അങ്ങനെ വിളിക്കണോ, അതോ എങ്ങനെ വിളിക്കണ്ടേ? ഓൾഡ് അള്ളാഹു എന്ന് പറയാം, കുഴപ്പമില്ല. ഓൾഡ് അല്ലെങ്കിൽ അള്ളാഹു. അപ്പൊ ന്യൂജൻ അള്ളാഹു എങ്ങനെയാണ്? ഖുറൈശി അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തത വരും. ഓക്കെ എന്നിട്ട് പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എബ്രഹാമിന്റെയും അല്ലെങ്കിൽ ഇബ്രാഹിമി മതം എന്നാണല്ലോ ഈ മൂന്നെണ്ണത്തിന് കാര്യമായിട്ട് പറയുന്നത്, സെമിറ്റിക് മതങ്ങള്. അപ്പോൾ ഈ എബ്രഹാമിന്റെ മതത്തെ എടുത്തപ്പോഴും ആ അതിലേക്ക് പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ടപ്പോഴും ദൈവത്തിന്റെ പേര്, പഴയ ഖുറൈശി ദൈവത്തിന്റെ പേര് തന്നെ മുഹമ്മദ് നബി അതിലേക്ക് എടുത്തു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ആ അള്ളാഹു തന്നെയാണ് ഈ ന്യൂജൻ അള്ളാഹു. അതെ അതെ. അപ്പോ അതാണ്. അപ്പൊ പിന്നെ ഒരു മാറ്റം ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ വീണ്ടും കൺഫ്യൂഷൻ ആക്കി. അതായത് പഴയ ഞാൻ കൺഫ്യൂഷൻ എന്റെ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയല്ലേ ബ്രോ ചോദിക്കുന്നത്? അതെ, അതായത് ഖുറൈശി ദേവനായ അള്ളാഹു അല്ല ഈ സെക്കൻഡ് ആയിട്ട് വന്ന അള്ളാഹു. ആ ഖുറൈശി ദേവനായ അള്ളാഹു എന്നുള്ള നാമം മാത്രമാണ് ചൂസ് ചെയ്തത്, മനസ്സിലായോ? ഓക്കെ, ആ പേര് കോപ്പി അടിച്ചു. അതെ അതെ. ഓക്കെ, ഇവരെയും പേരില്ലെന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ എല്ലാവർക്കും സത്യം മനസ്സിലായല്ലോ. പറഞ്ഞോളൂ അച്ചമച്ച പറഞ്ഞോളൂ, ഒരു മിനിറ്റ്, കേൾക്കട്ടെ. അച്ചമച്ച ഒരു മിനിറ്റ്. അപ്പോ പുള്ളി പേര് കോപ്പി അടിച്ചു. അപ്പൊ ആചാരങ്ങൾ കോപ്പി അടിച്ചായിരുന്നോ ഹോമോ? ആചാരങ്ങളിലും കോപ്പി ഉണ്ട്. ഇപ്പൊ ഹജ്ജ് എന്നുള്ള ആചാരം സത്യം പറ, സത്യം ചോദിക്കട്ടെ, സ്വന്തമായിട്ട് എന്താ ഇസ്ലാമിനുള്ളത്? സ്വന്തമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാക്കി, അത് ഇസ്ലാമിൻ്റെതാണ്. അതതിന് മുമ്പ് സക്കാത്ത് ഉണ്ടായിരുന്നില്ല. ഈ യഹൂദന്മാര്
പാവങ്ങൾക്ക് പൈസ അതൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. സദക്കയല്ലേ? അത് അവരെ കൊടുത്ത് സക്കാത്ത് എത്ര ശതമാനമാണെന്ന് നിങ്ങൾക്ക് അറിയോ? അല്ല, സക്കാത്ത് 2.5%. സദക്ക 2.5. വേറെയും സക്കാത്ത് വേറെയും, രണ്ടും രണ്ടാണ്. അതൊക്കെ എടുക്കട്ടെ. സക്കാത്ത് 2.5%. യഹൂദന്മാരുടെ ദശാംശം എത്രയാണെന്ന് അറിയോ? 10 അപ്പൊ അതൊന്ന് മുഴുവൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് 2 കുഴപ്പമില്ല. അപ്പൊ അതും കോപ്പി അടിയാണ്. ഇനി അടുത്തത് പറഞ്ഞോളൂ. സ്വന്തമായിട്ട് നിങ്ങൾക്കുള്ള എന്താന്ന്? നിങ്ങൾക്കല്ല, നിങ്ങളെല്ലാം മുസ്ലിം അല്ലാന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ അല്ല, പറയും നിങ്ങൾ യഹൂദരുടേത് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് നാണിക്കാനൊന്നുമില്ല. യഹൂദരും ഇസ്ലാമിന്റെ പിന്നെ മുൻതലമുറയാണ്. ഒന്നുകൂടെ പറ. യഹൂദര് ക്രിസ്ത്യാനികളൊക്കെ ഇസ്ലാമിന്റെ മുൻതലമുറയാണ്. അതായത് എന്താ ഹബീബ് നിങ്ങൾ ഇപ്പൊ പറയണത്? നമ്മള് യഹൂദനെയും ക്രൈസ്തവനെയും കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നത് മുൻതലമുറക്കാരെ കൊല്ലാനാ പറയണത്. നിങ്ങൾ എന്തായി പറയണത്? ആദ്യത്തെ ദൈവത്തെ കൊന്നു, ഓൾഡ് അള്ളാഹുവിനെ കൊന്നു, എന്നിട്ട് ന്യൂജൻ ഉണ്ടാക്കി. ഓൾഡ് തലമുറ യഹൂദന്മാരെയും ക്രൈസ്തവരെയും കൊന്നു പുതിയ ന്യൂജൻ ഉണ്ടാക്കാൻ ഞങ്ങളുടെ പരിപാടി. എന്തുട്ടാണ് നിങ്ങൾ ഈ പറയണത്? അല്ല, യഹൂദരെയും ക്രിസ്ത്യാനികളെയും കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നാണോ, അതോ അതിനകത്ത് എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെയല്ലല്ലോ അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ? പിന്നെ എങ്ങനെയാ പറഞ്ഞേക്കണേ? ആ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് അങ്ങോട്ട് പിന്നെ അവിടെ പോവാം. ബഹുദൈവ ഞങ്ങൾക്ക് ഇവിടെ വിശ്വാസികളല്ലേ? തീർക്കണം ഈ അള്ളാഹുവിന്റെ കാര്യം. കാരണം ഈ കുറെ കാലം ഈ അള്ളാഹിനെ പറ്റിയിട്ട് ഇങ്ങനെ സംശയമായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് കുറെ അല്ല, കാര്യങ്ങൾ. ബഹുദൈവ വിശ്വാസികളെ കൊല്ലാനല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. യഹൂദരെയും ക്രൈസ്തവരെയും ബഹുദൈവ എന്താണോ? വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മക്ക മുശ്രിക്കുകളാണ്. എവിടെയാ ബഹുദൈവ ആരാധകളെ കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ബഹുദൈവ വിശ്വാസികളെ ഖാത്തൽ കൊല്ലാനല്ല പറഞ്ഞിട്ടുള്ളത്. ഖാത്തൽ അല്ലദീന എനിക്ക് ആമിനു കൺഫ്യൂഷൻ യഹൂദ വൻ വന്നതുകൊണ്ടാണ് നസാർ. ഞാൻ ചോദിക്കുന്നത്. യഹൂദ വൻ നസാറ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബഹുദൈവാരാധികൾ അതോ മുഷ്രിഖീൻ എന്നാണ് പറഞ്ഞാലാണ് ബഹുദൈവാരാധികൾ? മനസ്സിലായില്ല. എങ്ങനെ ഒന്നും പറയും. യഹൂദ വൻ നസാറ എന്ന് പറഞ്ഞാൽ എന്താ? അത് പിന്നെ ഉറ്റമിത്രങ്ങളാക്കരുത് എന്ന് പറഞ്ഞ ആയത്തിനകത്തുള്ളതാണോ? മുൻ തലമുറക്കാരെ ഉറ്റമിത്രങ്ങളാക്കാതിരിക്കുന്നതും തെറ്റല്ലേ? ഓക്കെ. അല്ല, അതിനകത്തു നിന്നാണോ നിങ്ങളിപ്പോ ഈ വാക്ക്? ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഉപ്പയുണ്ടാവും, ഉപ്പുപ്പയുണ്ടാവും, ഉമ്മുമ്മ ഉണ്ടാവും, വല്യമ്മ ഉണ്ടാവും, വല്യമ്മച്ചി ഉണ്ടാവും. നിങ്ങളുടെ മക്കള് പറയാണ് അവരുമായിട്ട് ഒരു കൂട്ടിനും പാടില്ല, നിങ്ങളുടെ കൊച്ചുമക്കളോട് പറയുമോ? ഇല്ല, ഇല്ല. എന്തുകൊണ്ടാ പറയാത്ത? നിങ്ങൾക്ക് അള്ളാഹിനെക്കാളും മാന്യത ഉള്ളതുകൊണ്ട്. നിങ്ങളുടെ മുൻ തലമുറയോട് ഇസ്ലാമിന്റെ മുൻ തലമുറ ക്രിസ്ത്യാനികൾ യഹൂദന്മാരെന്ന് പറഞ്ഞിട്ട് അവരോട് കൂട്ടുകൂടരുത്, അവരോട് സംസാരിക്കരുത്, അവരെ ഉത്തരവാദിത്തങ്ങളാക്കരുത് എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് പുള്ളിയെക്കാളും മാന്യത ഉള്ളതുകൊണ്ടല്ലേ. തൽക്കാലം അവിടെ നിൽക്കാം, അങ്ങോട്ട് പോകണ്ട. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു വരുന്നത് കാബയിലേക്കും അള്ളാഹുവിലേക്കുമാണ്. അപ്പൊ ന്യൂജൻ അള്ളാഹുവിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂജൻ അള്ളാഹുവിന്റെ കാര്യം നമുക്കറിയണം. അപ്പൊ ഇസ്ലാമിന് സ്വന്തമായിട്ട് ഇപ്പൊ എന്താ ഉള്ളത് എന്നാണ് ഞാൻ ചോദിച്ചത്. അള്ളാഹു എന്തായാലും സ്വന്തമല്ല, അത് ഖുറൈശികളുടെ നിങ്ങൾ പറഞ്ഞു. കാബ സ്വന്തമല്ല എന്ന് പറഞ്ഞു. ഹജ്ജ് സ്വന്തമല്ല എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു എന്നുള്ള സക്കാത്ത്. നാമം മാത്രമാണ് ഖുറൈശികളുടേത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ ഓക്കെ, അത് അപ്പൊ പേരും കോപ്പിയടി അല്ലേ എന്നാ ചോദിച്ചേ? പേര് കോപ്പി അടിച്ചിട്ടുണ്ട്, സത്യമാണ്. അത് തന്നെ, അപ്പൊ സമ്മതിച്ചു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ശിവൻ എന്ന് പറയുന്ന ഒരു ദൈവം ഹൈന്ദവർക്കുണ്ട്, അല്ല, പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു ദൈവം ഹൈന്ദവർക്കുണ്ട്. ഓക്കെ, ആ പേര് കോപ്പി അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? ആ പരമേശ്വരൻ ഇനി മേലാൽ ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ആ പരമേശ്വരൻ മറ്റേ പരമേശ്വരൻ അല്ലാതാകുമോ? വർക്കൗട്ടഡ് ആയില്ല, ഒന്നുകൂടി പറയാമോ? വർക്ക്ഡ് ഔട്ട് ആയില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഖുറൈശി ഗോത്രത്തിൽ ഒരു അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിന് 3 പെൺമക്കളുണ്ട്. ആ അള്ളാഹുവിന് കാബയുണ്ട്. കാബയുടെ നാഥനാണ് ആ അള്ളാഹു. ആ അള്ളാഹുവിന് കർമ്മങ്ങളുണ്ട്. ആ അള്ളാഹുവിന് ആൾക്കാർ യാഗം കഴിക്കാറുണ്ട്. ആ അള്ളാഹുവിന് ചിലപ്പോൾ ആൾക്കാർ നോമ്പ് നോറ്റിട്ട് അതിൻ്റെ ചുറ്റും പോയിരിക്കാറുണ്ട്. ആ അള്ളാഹുവിന് കവിതകൾ വായിക്കാറുണ്ട്, കവിതകൾ ഓതാറുണ്ട്. കാബയിൽ കാരണം കവിതകൾ കെട്ടിത്തൂക്കാറുണ്ടായിരുന്നു. ആ അള്ളാഹുവിനെ മാറ്റി വെച്ചിട്ട് വേറൊരാൾ പുതിയ അള്ളാഹുവിനെ കൊണ്ടുവരികയാണ്. നിങ്ങൾ പറഞ്ഞ ആ പേര് കോപ്പി അടിച്ചു. പേര് കോപ്പി അടിച്ചു, കാബ എന്ന മന്ദിരം കോപ്പി അടിച്ചു, ഹജ്ജ് കോപ്പി അടിച്ചു, കർമ്മങ്ങൾ കോപ്പി അടിച്ചു. ഇത് രണ്ടും 2 അള്ളാഹുവാന്ന് നമ്മൾ പിന്നെ പറയുന്നത് എങ്ങനെയാ? പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയല്ലേ?
അതാണ് ഈ പുറത്തു നിന്ന് നോക്കുമ്പോഴാണ് ഇത് രണ്ടും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ ഡിബേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു നിഷാദ് എന്ന് പറഞ്ഞ ഒരാളായിട്ട്. അത് പുറത്തുനിന്ന് നോക്കിയിട്ടാണ്. പക്ഷെ അകത്തുനിന്ന് നോക്കുമ്പോൾ പിന്നെ ഒന്നുകൂടി ഡീപ്പായിട്ട് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ കാണിച്ചു തരുമോ? നിങ്ങളൊന്ന് ഡീപ്പായിട്ട് കുറേശ്ശെ നോക്കിയിട്ട് ഒന്ന് അള്ളാഹു പറഞ്ഞു തരുമോ? ഉണ്ടെന്ന് വരെ സമ്മതിക്കൂല ഒരുവിധം മുസ്ലിങ്ങൾ. മനസ്സിലായില്ല? അതാണ് എനിക്കിത് ഇതിന്റെ വ്യത്യാസം ഒന്ന് പറഞ്ഞു തരുമോ? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും ദൈവമായ ആ ദൈവത്തിന് അള്ളാഹു എന്ന് നെയിം കൊടുത്ത് മുഹമ്മദ് നബി ആ ദൈവത്തിലേക്ക് ഇഴുകി ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ക്രിസ്ത്യാനിറ്റിക്കകത്തും അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിറ്റിക്കകത്ത് കൂടുതൽ എടുത്തിട്ടില്ല. കാരണം യഹൂദരുടെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സർക്കംസ്റ്റേഷന്, പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയെ കഴിക്കാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ക്രിസ്ത്യാനികൾ ഇപ്പോഴും അതുപോലും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, ഏതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്? ഇതിന്റെ ഇസ്ലാം എന്നുള്ള മതത്തിന്റെ മുൻ മതമായിരുന്നു ക്രിസ്ത്യാനിറ്റിയും യഹൂദരും. അപ്പൊ അതുകൊണ്ടാണ് ലേറ്റസ്റ്റ് വേർഷനാണ് ഇസ്ലാം. അതെ, ഞാനതല്ല ചോദിച്ചത്. ഞാൻ അള്ളാഹുവിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണല്ലോ ഇസ്ലാമിലുള്ള അള്ളാഹു എന്ന് നിങ്ങൾ പറഞ്ഞത്. പഴയതൊക്കെ ഖുറൈശിയുടെ അള്ളാഹു ആയിരുന്നില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചത് പഴയ അള്ളാഹു പുതിയ അള്ളാഹു തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചത്. അല്ല, ഈ അപ്ഡേറ്റ് ചെയ്ത് പിന്നെ പുതിയ ഇസ്ലാം അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഖുറൈശികളുടേതും യഹൂദരുടേതും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വസ്തുതയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. ഇല്ല, ഞാൻ ചോദിച്ചത് അതല്ലായിരുന്നു ബ്രോ. പുതിയതും പഴയതും തമ്മിലുള്ള അള്ളാഹുമാരിലുള്ള വ്യത്യാസം. ന്യൂജൻ അള്ളാഹും താങ്കൾ പറഞ്ഞ ന്യൂജൻ അള്ളാഹുവും ഓൾഡ് ജനറേഷൻ അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചത്. ഈ പഴയ അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ലോക്കൽ ദൈവമായിരുന്നു. അതായത് എല്ലാ ഇതുള്ള അതപ്പോ പ്രപഞ്ച സൃഷ്ടാവാണ് ആ അള്ളാഹു. ചിലപ്പോ അതിന് വാദമുണ്ടോ ഇല്ലേ നമുക്കറിയില്ലല്ലോ. ആ അള്ളാഹുവിനെ കുറിച്ച് ഓക്കെ ഓക്കെ. കൂടുതൽ അപ്പൊ ഡീറ്റെയിൽസ് ആദ്യത്തെ ഇല്ല. അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവല്ലായിരുന്നു. ഖുറാനിൽ മുഹമ്മദ് വന്നിട്ടാണ് പ്രപഞ്ച സൃഷ്ടാവാക്കിയത്. ഓക്കെ, താങ്ക് യു. അടുത്തത് പറട്ടെ. നിങ്ങൾ വീണ്ടും വളച്ചൊടിക്കുകയാണ്. അതായത് പ്രപഞ്ച സൃഷ്ടാവിനെ നിങ്ങളല്ലേ അത് അള്ളാഹു പറഞ്ഞത്? എന്ന് വിളിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി ഇസ്ലാം ക്രിയേറ്റ് ചെയ്തത്, പക്ഷെ ഇസ്ലാം പൂർത്തീകരിച്ചത്. സോറി, ഇസ്ലാമിന് മുമ്പ് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ലോക്കൽ ദൈവമായിരുന്നില്ലേ? ആ അള്ളാഹു അല്ലല്ലോ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു. അതായത് പ്രപഞ്ച സൃഷ്ടാവ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രപഞ്ച ഒന്നുകൂടെ സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഒന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്കൾ പ്രപഞ്ച പറഞ്ഞോ. സൃഷ്ടാവിനെ ആയിരുന്നു പറഞ്ഞോളൂ. പ്രപഞ്ച സൃഷ്ടാവിനെ ആയിരുന്നു ഇബ്രാഹിം നബി ആരാധിച്ചിരുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് തർക്കമുണ്ടോ? പ്രപഞ്ച ഇല്ല, സൃഷ്ടാവിനെയാണ് ഇബ്രാഹിം നബി ആരാധിച്ചിരുന്നത്. ഓക്കെ. അല്ല, അത് തർക്കമില്ല. അത് കഴിഞ്ഞ് പിന്നെ മൂസ നബി അല്ലെങ്കിൽ ഈസാ നബി, അത് കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി വരുന്നത്. അപ്പോ ഈ ഈ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് മക്ക മുശ്രിക്കുകളെ അവിടെ ഉണ്ടായിരുന്ന അള്ളാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട് ആ മക്ക മുശ്രിക്കുകളെ ഈ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നിട്ട് ആ പ്രപഞ്ച സൃഷ്ടാവിന് അള്ളാഹു എന്ന് പേര് വിട്ടുകൊടുത്തു. ഇപ്പൊ ഓക്കെ വ്യക്തമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിനു മുമ്പ് പ്രപഞ്ച സൃഷ്ടാവ് വേറെ ആരോ ആയിരുന്നു? അല്ല, പ്രപഞ്ച സൃഷ്ടാവ് തന്നെ അങ്ങനെ തന്നെ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഒരു പ്രപഞ്ച സൃഷ്ടാവ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ ആ ഓക്കെ പ്രപഞ്ച ഓക്കെ. സൃഷ്ടാവിനെ പിന്നെ ഞാൻ പ്രപഞ്ച മുഹമ്മദ് സൃഷ്ടാവിനെ ഖുറൈശികളുടെ പിന്നെ ലോക്കൽ ദൈവത്തിന്റെ പേരെടുത്ത് ആ പേരങ്ങോട്ട് ഇട്ടു കൊടുത്തു. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഇപ്പോഴാണ് കാര്യങ്ങൾ ഒരു പിടി കിട്ടുന്നത്. അപ്പൊ പ്രപഞ്ച സൃഷ്ടാവായതും ഭൂമിയും സകലവും സൃഷ്ടിച്ച ഒരു ദൈവം ഓൾറെഡി യഹൂദന്മാർക്കും ക്രൈസ്തവർക്കും ഉണ്ടായിരുന്നു. മുഹമ്മദ് അതിനെ അങ്ങ് എടുത്തിട്ട് പുള്ളിയുടെ ഗോത്രത്തിലെ അള്ളാഹ് എന്നുള്ള പേര് അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നാണ് താങ്കൾ പറയുന്നത്. ശരിയല്ലേ? യെസ്, എക്സാക്ട്ലി. താങ്ക് യു സോ മച്ച്. അപ്പൊ അതിനു മുമ്പ് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവും അല്ല. സത്യം പറഞ്ഞ കാബ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഖുറൈശിയുടെ ഒരു ലോക്കൽ ദൈവമാണെന്ന് അങ്ങനെ ഒരു വാദമാണല്ലോ താങ്കൾ പറഞ്ഞത്. അപ്പൊ എനിക്കതിലൊരു സംശയമുണ്ട്. ഈ അള്ളാഹു കാബയുടെ നാഥൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ട് ഞങ്ങളൊക്കെ വീടിന്റെ മുറ്റത്ത് എഴുതി വെക്കും, വീടിന്റെ ഡോറിൽ എഴുതി വെക്കും, യേശു ഈ വീടിന്റെ നാഥൻ എന്ന് എഴുതി വെക്കും. എന്നുപോലെ അള്ളാഹു കാബയുടെ നാഥൻ എന്നാണ് അവിടുത്തെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ കാബയിലെ ആ ലോക്കൽ എന്താ പറയാ കാബയിലെ ആ ലോക്കൽ ദൈവത്തെ മുഹമ്മദ് പിടിച്ചിട്ട് എന്ത് ദൈവമാക്കി എന്നാ പറയാ ഇപ്പൊ നമ്മള് സുപ്രീം ഡയറ്റി ആക്കി. ആരെങ്കിലും ഒരു മലയാളം വാക്ക് പറഞ്ഞേ. ലോക, അതായത് യൂണിവേഴ്സൽ ആ ഗോഡിന് യൂണിവേഴ്സൽ ഗോഡാക്കി. അപ്പൊ ലോക്കൽ യൂണിവേഴ്സൽ ദൈവത്തിൽ നിന്ന് അല്ല, സോറി പറഞ്ഞോളൂ. യൂണിവേഴ്സൽ ഗോഡിന് ലോക്കൽ ദൈവത്തിന്റെ പേരിട്ടു. യൂണിവേഴ്സൽ അതായത് ഗോഡിന് അല്ല ഞാൻ ശരിയം ബ്രദർ എനിക്ക് നെറ്റ് മനസ്സിലായത് ഇപ്പൊ ഒരു ഒരു ആരും ഇടയ്ക്ക് യഥാർത്ഥത്തിൽ കയറരുത്, ആരും ഇടയ്ക്ക് കയറരുത്. ആ ആ ആ അല്ല കയറുന്നല്ല ഇതിനകത്ത് കുറെ നേരമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കണോണ്ട് പറയണം. ഇപ്പോൾ ഒരു ദൈവം ഓൾറെഡി ഉണ്ട്, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവം ഓൾറെഡി ഉണ്ട്. ആ ദൈവത്തിന് ഈ 360 ദേവന്മാരായ മോഹന്മാരിൽ ഒരാളായ ലാഹിൻ്റെ പേരിൻ്റെ കൂടെ ഒരു അല്ലും കൂടെ ചേർത്ത് മുഹമ്മദ് അല്ലാഹാക്കി അവതരിപ്പിച്ചു. അല്ലല്ല അതാണ്. ശരി, അങ്ങനെയല്ല. ഇത് ലാഹ് അല്ലായിരുന്നു, ഓൾറെഡി അള്ളാ തന്നെ ആണോ? ആയിരുന്നു. ഓക്കെ. ആ അള്ളാ തന്നെ ആയിരുന്നു, അല്ല ലാഹ് അല്ലായിരുന്നു. ഹോമോസാപ്പിൻ അത് അള്ളാഹു തന്നെ ആയിരുന്നില്ലേ, ലാഹ് അല്ലല്ലോ. അതെ അതെ അതെ, അള്ളാഹു അള്ളാ തന്നെയായിരുന്നു ചിരിയ, അല്ലാതെ വേറെ മുഹമ്മദ് ഒന്നും ആഡ് ഓ ചെയ്തിട്ടില്ല. മുഹമ്മദ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ചിരിയ ഈ പുള്ളി ഹോമോ പറഞ്ഞ അനുസരിച്ചിട്ട് ലോക്കൽ ദൈവത്തെ യൂണിവേഴ്സൽ ദൈവമാക്കി. അല്ല, അവിടെയും തെറ്റി താങ്കൾ വീണ്ടും. ഞാൻ മുഴുവൻ തെറ്റാണല്ലോ ഇവിടെ നിന്ന് കേട്ടത് മുഴുവൻ. ഒന്ന് പറയൂ, ഒന്നുകൂടെ പറയൂ, അതായത് സോറി. യൂണിവേഴ്സൽ ഗോഡിന് ലോക്കൽ ഗോഡിന്റെ പേരിട്ട് മുഹമ്മദ് നബി വിളിച്ചു. ഓ, അപ്പൊ യൂണിവേഴ്സിനെ വെറും ലോക്കലാക്കി. ഓക്കെ. അല്ല, യൂണിവേഴ്സൽ തന്നെയാണ്, പക്ഷെ അപ്പൊ യൂണിവേഴ്സലിന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ലോക്കൽ ഗോഡിന്റെ ഹോമോസാപ്പിയനെ. നെയിം എടുത്തിട്ട് ലോക്കൽ ഗോഡിനെ അതാണ് ഇല്ലാതാക്കി. അപ്പൊ ഞാനൊരു ഖുറൈഷ് ഗോത്രക്കാരനാണ്. ഓക്കെ. അപ്പൊ എന്റെ ലോക്കൽ ഗോഡ് എന്ന് പറയുന്നത് ലോക്കൽ അള്ളാഹു ആണ്, അവിടെയുള്ള ലോക്കൽ അള്ളാഹു. പക്ഷേ പെട്ടെന്ന് മുഹമ്മദ് വന്നിട്ട് പറയാണ്, എടാ നമ്മുടെ ദൈവം ലോക്കൽ ദൈവം അല്ല, നമ്മുടെ ദൈവം യൂണിവേഴ്സൽ ദൈവമാണെന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. ലോക്കൽ അല്ല, ഇന്റർനാഷണൽ ആന്നാക്കി. യൂണിവേഴ്സൽ. അതെന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പിന്നെ റീനെയിം ചെയ്യുന്നതിനകത്ത് ഇപ്പൊ മുഹമ്മദ് നബിയുടെ കുറേശികൾ, ഇപ്പൊ അതിനകത്ത് മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേര് തന്നെയാണ് അബ്ദുള്ള. പിന്നെ പക്ഷെ അത് ലോക്കൽ അള്ളാഹു ആയിരുന്നു എന്നല്ല നിങ്ങൾ അതെ പറഞ്ഞു. അതെ അതെ അതെ, ആ ലോക്കൽ അള്ളാഹു ആണ്. പിന്നെ ഓക്കെ. വേറൊരു പിന്നെ ഇതുണ്ടായിരുന്നു, അബൂ ലഹബ് എന്ന് പറയും. ശരിക്ക് അബൂലഹബിന്റെ പേര് അബൂലഹബ് അല്ലായിരുന്നു. അബൂലഹബ് അല്ല അത്, അബ്ദുൽ ഉസ്സ അങ്ങനെ എന്തോ ആയിരുന്നു. ലാത്ത ഉസ്സ മനാത്ത എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതിനകത്തുള്ള ഒരു അപ്പൊ അതുകൊണ്ടാണ് അത് ഇവര് പിന്നെ അബ്ദുൽ ഉസ്സ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പഴയ ദൈവ സ്റ്റോറി കടന്നു വരണ്ടെന്ന് കരുതിയിട്ടാണ് ചരിത്രങ്ങളിൽ നിന്ന് ഫുള്ള് അബൂലഹബ് എന്ന് റീനെയിം ചെയ്തത്. അത് ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട്. അത് കുറെ പേർക്കുണ്ടായിരുന്നു അബ്ദുൽ ഉസ എന്നുള്ള പേര്. അപ്പോൾ നമ്മുടെ ചോദ്യം എപ്പോഴും നമ്മൾ നിലനിൽക്കുകയാണ്. അള്ളാഹു എന്ന് ഖുറൈശികൾ വിളിച്ചിരുന്ന ലോക്കൽ ദൈവത്തെ മുഹമ്മദ് വന്നിട്ട് സുപ്രീം ഡയറ്റിയാക്കി സൃഷ്ടാവാക്കി മാറ്റി. ശരിയല്ലേ? നിങ്ങൾ വീണ്ടും പഴയതിലേക്കാ പോകുന്നത്. അങ്ങനെയല്ല. എന്റെ പൊന്ന്, നമ്മുടെ കോൺവെർസേഷൻ ബ്രേക്ക് ആയതുകൊണ്ട് അത് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് പോവുക. സോറി. അപ്പൊ അതാണ് ഞാൻ ക്ലാരിറ്റി വരുത്തുന്നത്. അതായത് ലോക്കൽ ദൈവമായിട്ടുണ്ടായിരുന്ന ആ അള്ളാഹുവിനെ ആരാധിക്കുന്നവരെയും ഒക്കെ സുപ്രീം ഗോഡായിട്ടുള്ള അള്ളാഹുവിലേക്ക് ചേർത്തു. അപ്പൊ സുപ്രീം ഗോഡിന് റീനെയിം ചെയ്തു, ഈ ലോക്കൽ ഗോഡിന്റെ റീനെയിമും ചെയ്തു. അങ്ങനെയാണ്. സത്യം, അടിപൊളി. അപ്പോ ഈ അള്ളാഹ് എന്നുള്ളത് ഖുറൈശികാരുടെ സ്വന്തം പേരാണ്, സ്വന്തം ദൈവമാണ്. മുഹമ്മദ് യൂണിവേഴ്സൽ ആക്കുന്നത് വരെ ആ ദൈവത്തിനെ അല്ല മുഹമ്മദ് നബി യൂണിവേഴ്സൽ ആക്കുന്നത്. അതാണ് നിങ്ങൾക്ക് പിന്നെ ആ പേരിനാണോ? മനസ്സിലാകാത്തത്. ആ പേര്, അതായത് പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിന് അള്ളാഹു എന്ന് പേരിട്ട് അപ്പൊ രണ്ട് അള്ളാഹു നിലനിൽക്കുന്ന ഒരവസ്ഥ വരുന്ന ഒരവസ്ഥ ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അപ്പൊ ആ മനസ്സിലായി. രണ്ടാമത്തെ അള്ളാഹു, അതായത് ദുർബലനായ അള്ളാഹുവിനെ ഇല്ലാതാക്കുന്നു. അതായത് ഖുറൈശികളുടെ ദുർബലനായ അള്ളാഹുവിനെ ഈ പുതിയ അള്ളാഹുവായിട്ട് എങ്ങനെ പറയാ, ഒന്നുകൂടെ അതായത് പറയും, ട്രേഡ് മാർക്ക് കാര്യം മനസ്സിലായി.
എന്റെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തു. പണ്ട് അങ്ങനെ അതാണ് ഇല്ലായിരുന്നു, മാർക്കറ്റിംഗ്. ആറില്ലായിരുന്നു. ആ അതായത് അഡ്വർടൈസ്മെന്റ് ആ കൂടി പണ്ട് ആറില്ലായിരുന്നു, എന്ന് ഇപ്പൊ വെച്ചാൽ 6 അല്ല ഇപ്പൊ പറഞ്ഞുതരും, എനിക്ക് മനസ്സിലായി ഏത് കാര്യം മനസ്സിലായി. പക്ഷെ ഒന്നുകൂടെ ഒന്നുകൂടെ പറഞ്ഞുതരാമോ പ്ലീസ്? എനിക്ക് ഐ തിങ്ക് ഐ അണ്ടർസ്റ്റുഡ് ദ ഐഡിയ ബട്ട് ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ലോക്കൽ ആയിരുന്നു, ഒന്നുകൂടെ പറഞ്ഞു ബ്രദറെ, താങ്കൾ ആ പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അതായത് പിന്നെ അതായത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, അപ്പൊ അള്ളാഹു അല്ലല്ലോ മുഹമ്മദ് നബി അള്ളാഹു എന്ന് വിളിക്കുന്നത് വരെ. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് പിന്നെ ലോക്കൽ ദൈവമായ ഖുറൈശി ഗോത്ര ദൈവമായ അള്ളാഹുവിന്റെ പേര് പ്രപഞ്ച സൃഷ്ടാവിന് ഇട്ടുകൊണ്ട് പിന്നെ ഈ ഇസ്ലാം മതത്തിനെ രൂപീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ 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 ഓക്കെ. അപ്പോ അതുവരെ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ ആൾക്കാർ എന്താ വിളിച്ചുകൊണ്ടിരുന്നേ? അതിപ്പോ ഞാൻ പറഞ്ഞില്ല, അന്നത്തെ പിന്നെ എന്താ പറയാ, ഇവര് ഇസ്രായേലര് പറഞ്ഞ യഹൂദരും ക്രിസ്ത്യാനികളും ഒക്കെ ഓരോ പേരിലാണ് വിളിച്ചിരുന്നത്.